ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദുഃഖവെള്ളി. പാപത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിക്കാൻ ദൈവം കൊല ചെയ്യപ്പെട്ട, മരണത്തിന് കീഴടങ്ങിയ അനുഗ്രഹത്തിൻ്റെ തിരുനാൾ. കാൽവരി കുരിശിൽ അവൻ ചിന്തിയ രക്തത്താലാണ് ലോകത്തെ മുഴുവൻ വീണ്ടെടുത്തത് എന്ന് ഓരോ ക്രൈസ്തവ മകനും മകളും ചിന്തിക്കുമ്പോൾ ഈ ദിനം ധന്യമാണ്. അവന് വേണ്ടി ബലിദാനമായി തീർന്ന ദൈവപുത്രൻ്റെ സന്നിധിയിൽ ആരാധനയുടെ സ്തുതിഗീതങ്ങളുടെ ഗീതങ്ങൾ ഉയർത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു ഈ കാൽവരി കുരിശിലെ മരണം. മരണത്തിൻ്റെ കടിച്ചിട്ടുമായിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വരിക. ബെത്ലഹേമിലെ കാലത്തൊഴുത്തിൽ അവൻ ജനിക്കും മുമ്പേ കാൽവരി നെറുകയിൽ അവൻ മരണപ്പെടുമെന്ന് അനാദിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ യാത്ര എന്ന് എപ്പോഴവസാനിക്കുമെന്ന് കൃത്യമായ സങ്കല്പവും ധാരണയുമായിട്ടാണ് യേശുനാഥൻ ബെത്ലഹേമിൽ തന്നെ ജനിച്ചു വീഴുന്നത്. പൂർണ്ണ മനുഷ്യനായി ജനിച്ച് വളർന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ ഭാഗമായി ആ കുടുംബത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ദൈവപുത്രൻ രക്ഷാകര ദൗത്യവുമായിട്ട് ഇസ്രായേൽ ജനതയുടെ മധ്യത്തിലേക്ക് ഇറങ്ങി 3 വർഷക്കാലം നീണ്ടുനിന്ന പരസ്യജീവിതത്തിൻ്റെ ഒടുവിൽ യഹൂദരുടെ ആരോപണങ്ങളാൽ ഫരിസേയ പ്രമുഖന്മാരുടെയും നിയമജ്ഞരുടെയും കുത്സിത ശ്രമങ്ങളിലൂടെ റോമിൻ്റെ ഭരണാധികാരികൾക്ക് ഈശോയെ വിട്ടുകൊടുക്കുന്നു. റോമൻ ഭരണകൂടം യഹൂദ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവനെ കുരിശിൽ തറച്ച് കൊല്ലുകയും ഈ കുരിശുമരണത്തിൻ്റെ ഞെടുക്കുന്ന ഓർമ്മ എന്നതിനപ്പുറത്ത് ഈ കുരിശുമരണം തീർത്ത രക്ഷാകര പദ്ധതിയുടെ ഓർമ്മയാചരണത്തിലാണ് ഓരോ ക്രിസ്ത്യാനിയും. ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോരുത്തരും രക്തം ചിന്താനും ജീവൻ വെടിയാനും കടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ ദിവസം നമുക്ക് നൽകുന്നു. കാൽവരി കുരിശിലേക്കുള്ള യാത്രാമധ്യേ നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ ഓരോരുത്തരും അവരുടെ റോളുകൾ കൃത്യമായി നിർവഹിച്ച് മടങ്ങിയപ്പോൾ ചരിത്ര താളുകളിൽ ഇടം നേടിയ അവരൊക്കെ ഇന്ന് വീണ്ടും അനുസ്മരിക്കപ്പെടുന്നു. യേശുവിനെ മരണത്തിന് വിട്ടുകൊടുത്ത പീലാത്തോസ് നീതിയും ധർമ്മവും മാറ്റിവെച്ച് അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് നീയും സീസറുമായിട്ടുള്ള ബന്ധത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് യഹൂദരെന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഈ ഭരണാധികാരി കൈ കഴുകി എല്ലാം തൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നത് നമ്മൾ കാണുന്നു. ആ ഭരണാധികാരിയുടെ നീതിപൂർവമായ പെരുമാറ്റമുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിൻ്റെ ചരിത്രം തന്നെ മറ്റൊന്നായി മാറുമായിരുന്നു. ഈ ഭരണാധികാരി അങ്ങനെ ആകണമെന്നത് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും നമുക്ക് ചുറ്റുമുള്ള ചില സംഭവവികാസങ്ങളിൽ നിന്ന് കൈകഴുകി മാറിപ്പോകുന്നത് ഇന്ന് അനുഭവം. എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. പല കാര്യങ്ങളിലും നാം എടുക്കേണ്ട തീരുമാനങ്ങൾ ഉത്തരവാദിത്വത്തോടെ നിറവേറ്റാൻ സാധിക്കാത്തതിൻ്റെ ഒരു ഉൾവിളി ഈ മനുഷ്യൻ പീലാത്തോസ് നമുക്ക് നൽകുന്നു. ഈശോയെ ക്രൂസിലേക്ക് തള്ളിവിട്ട കയ്യാഫാസും അന്നാസും പ്രധാന പുരോഹിതന്മാരായിരുന്നു. യഹൂദ നിയമങ്ങളുടെ നടപ്പിലാക്കൽ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. മോശയ്ക്ക് മലയിൽ വെച്ച്, സിനായി മലയിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പനകൾ വ്യാഖ്യാനിച്ച് അതിനെ അർഹിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഒരു മാനം കൊടുത്ത് അതിൻ്റെ എല്ലാ തലങ്ങളിലും നൈയാമികത കടത്തിവെച്ച് ധാർമ്മിക മൂല്യങ്ങളും മനുഷ്യൻ്റെ
ചിന്താധാരയുമെല്ലാം മാറ്റിവെച്ച് നിയമം എന്നൊരു വാക്കിൽ ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ കുടുക്കിയിട്ട ഈ മത നേതാക്കന്മാരുടെ നിസ്സംഗതയും അല്ലെങ്കിൽ പരിധിവിട്ട താല്പര്യങ്ങളും ക്രിസ്തുവിൻ്റെ മരണത്തിന് കാരണമായി എന്ന് നമുക്കറിയാം. ഫരിസേയരും നിയമജ്ഞരും ചേർന്ന് യേശുവിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ സത്യസന്ധമാണോ എന്ന് അന്വേഷിക്കുവാനോ പഠിക്കുവാനോ പോലും മെനപ്പെടാതെ അവൻ്റെ ക്രൂശാരോപണത്തിന് മുൻപിൽ നിന്ന് നേതൃത്വം കൊടുത്തവനാണ് ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് എന്ന നിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൊതുനിയമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കയ്യാഫാസും അന്നാസും യേശുവിൻ്റെ ക്രൂശാരോപണത്തിന് വീതി ഒരുക്കുന്നത് നാം തിരിച്ചറിയുന്നു. പൗരോഹിത്യ അനുഷ്ഠാന വിധികളിലൂടെ കടന്നു പോകുന്ന എന്നെ ശ്രമിക്കുന്ന എന്നോടൊത്തുള്ള എല്ലാ വഴികളും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണതയോടെ നിറവേറ്റിയില്ലെങ്കിൽ നമ്മളൊക്കെ അധികാരത്തിൻ്റെ ഭാഗമായി മാറി ജനത്തെയും തിരുസഭയെയും ഒക്കെ അപമാനിക്കുന്ന തലങ്ങളിലേക്ക് മാറുന്നുണ്ട്. നമ്മുടെ സംസാരമോ പെരുമാറ്റമോ മറ്റുള്ളവരെ പാപത്തിലേക്കോ തിന്മയിലേക്കോ തള്ളിവിടുന്നുണ്ട്. നമ്മളും പൗരോഹിത്യം, യഹൂദ പൗരോഹിത്യം, ക്രൈസ്തവ പൗരോഹിത്യം രണ്ടാണ് എന്ന് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ പുരോഹിതൻ എന്ന വാക്ക് അതിൻ്റെ പിന്നിൽ കിടക്കുന്നത്. നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ നിറവേറ്റാം. മറ്റൊരു കയ്യാഫാസും അന്നാസുമായി മാറാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മവിചിന്തനം നടത്തുന്ന ദിവസം യേശുവിൻ്റെ ക്രൂശ് യാത്രയിൽ അവനെ കൈനീട്ടി സഹായിച്ച രണ്ട് വ്യക്തികളെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. സിമിയോൻ, വേറൊനിക്കയും. സിമിയോൻ എന്നത് ഒരു കൃഷിക്കാരൻ. അവൻ തൻ്റെ വയലിൽ നിന്ന് ജോലി ചെയ്ത് മടങ്ങുന്നു. യേശുവിനെ സഹായിക്കാനോ ഒരുപക്ഷെ പീഡാനുഭവ യാത്ര കണ്ടതിക്കാനോ പോലും താല്പര്യമില്ലാതെ നടന്നു നീങ്ങിയ മനുഷ്യൻ. ആ മനുഷ്യൻ യേശുവിൻ്റെ ക്രൂശ് ആ കുരിശ് തോളിലെന്തുമ്പോൾ അതിൻ്റെ വർദ്ധിച്ച ഭാരം അവനെ തളർത്തിയിരുന്നു എങ്കിൽ കൂടി യേശുവിന് വേണ്ടി കുരിശെടുക്കാൻ സാധിച്ചത് അഭിമാനത്തോടു കൂടിയാണ് ഈ സിമിയോൻ കടന്നുപോകുന്നത്. സഭാചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ അലക്സാണ്ടറും പൗലോസും ആദിമസഭയിൽ മെത്രാന്മാരായി സിമിയോനും ധന്യനായി ദൈവസന്നിധിയിൽ വിശുദ്ധരോടൊപ്പം മടങ്ങപ്പെടുന്നു എന്ന് ചെറുതായി കാര്യമില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ, മറ്റുള്ളവർക്ക് എന്നാലാവുന്ന കൈത്താങ്ങായി തീരാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുമ്പോഴാണ് മറ്റൊരു സിമിയോനായിട്ട് നമ്മൾ മാറുക. നമുക്ക് ചുറ്റും ഒരുപാട് മക്കൾ നൊമ്പരങ്ങളും വേദനകളും കഷ്ടതകളും പേറി നടക്കുന്നുണ്ട്. അവരായിരിക്കുന്ന അവസ്ഥകളിലേക്ക് അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, അവരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ, നമ്മളാലാകും വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ ഈ ഉത്തരവാദിത്വങ്ങൾ നമ്മളെ തിരുസഭ ഭരമേൽപ്പിക്കുന്നു എന്നത് തിരിച്ചറിവോട് മനസ്സിലാക്കി ആ ഒരു അനുഭവത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിലെ ഓരോ മകനും മകളും ഈ ഒരു വലിയ നിയോഗത്തിലാണ് എന്ന് തിരിച്ചറിയുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എനിക്ക് 2 കൈകളും 2 കാലുകളും 2 കണ്ണുകളും 2 ചെവികളുമൊക്കെ ഈശോ തന്നിരിക്കുന്നത് അവനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കൂടിയാണ്. എൻ്റെ സ്വാർത്ഥത പൂർത്തിയാക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുക, ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളൊക്കെ ഒന്ന് തിരിച്ചറിയുക. നമുക്ക് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് ചുറ്റുമുള്ളവരെ താങ്ങിപ്പിടിക്കുക എന്നത്. അത് മറക്കാതെ ധീരതയോടെ മുന്നോട്ട് പോകാൻ, സഹായത്തിൻ്റെ കരങ്ങളുമായിട്ട് അവരിലേക്ക് ഇറങ്ങാനുള്ള മനസ്സ് നമുക്ക് സ്വന്തമാക്കാം. വേറോനിക്ക എന്നത് ഒരു സങ്കല്പ കഥാപാത്രമാണ്. ബൈബിളിൽ അങ്ങനെ ഒരു പേര് പോലുമില്ല. വേറോ ഐക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ ഒരു ചിത്രം എന്ന നിലയിലാണ് അത് അറിയപ്പെടുക. വേറോനിക്ക എന്നത് ഒരു സത്യമോ മിഥ്യയോ എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, അവളെക്കുറിച്ച് തിരുസഭയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവ വേദിയിൽ ഏറെ വേറിട്ട ഒരു സുന്ദരമായ അധ്യായം കുറിക്കപ്പെടുന്നു. നിന്ദനവും അപമാനവും സഹിച്ച് മുന്നോട്ട് പോകുന്ന യേശുവിനെ കണ്ട്
മാറത്തടിച്ച് കരഞ്ഞ അമ്മമാരെ 8-ാം സ്ഥലത്ത് നമ്മൾ കണ്ടെത്തുമ്പോൾ അവരിൽ നിന്നും പിന്നെയും വേറിട്ടവളായിട്ട് മാറുന്ന ഈ വെറോനിക്ക എന്ന കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവര് പരിഹസിക്കാനും കൂക്കുവിളിക്കാനും ബഹളം വെക്കാനും തത്രപ്പെടുമ്പോൾ അതിന് മധ്യത്തിലൂടെ മാറി നിന്ന് തൻ്റെ കയ്യിലെ കൈത്തൂവാലയുമായിട്ട് ചോര പുരണ്ട മണ്ണ് പുരണ്ട അവൻ്റെ മുഖത്ത് ആ തൂവാല ചേർത്ത് വെച്ച് അവൻ്റെ രക്തമൊക്കെ ഒപ്പിയെടുക്കാൻ ആ സ്ത്രീ കാണിച്ച മനസ്സ് ചെറുതല്ല എന്ന് തിരിച്ചറിയാം. അവള് തൻ്റെ ഇടത്തോടെയാണ് പോകുന്നത്. പട്ടാളക്കാര് ഒരുപക്ഷെ തള്ളി മാറ്റിയേക്കും. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നതിനിടയിൽ അവളെ നോക്കി അപമാനിച്ചേക്കും. കാരണം അവിടെ നിൽക്കുന്നതിൽ 99% ആൾക്കാരും അവൻ ക്രൂശിക്കപ്പെടണമെന്ന് ഉറക്കെ വിളിച്ചു കൊള്ളുന്ന ജനങ്ങൾ. ആ ജനതയുടെ മധ്യത്തിലൂടെയാണ് ധീരപ്രേക്ഷിതയെ പോലെ അവൾ കടന്നു ചെന്ന് അവൻ്റെ തിരുമുഖം അവളുടെ തൂവാലയിൽ പതിപ്പിച്ചിരിക്കുന്നത്. അവൾ പോയത് തിരുമുഖം പതിപ്പിക്കാനല്ല എന്ന് നമുക്കറിയാം. അവൾ പോയത് രക്ഷകനെ ആശ്വസിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, അവൾക്ക് യേശു കൊടുത്ത സമ്മാനമാണ് ഈ മുഖത്തിൻ്റെ തിരുമുഖഛായയുള്ള അവളുടെ കൈത്തൂവാല. പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ ചേർത്ത് പിടിക്കുന്നവരെ ചേർത്ത് പിടിക്കുമെന്ന തിരിച്ചറിവ് നമുക്ക് ഈ വചനഭാഗം നൽകുന്നു. നമ്മുടെ വലിയ ഉത്തരവാദിത്വം ഒരിക്കൽ കൂടെ ശിമയോനും വെറോനിക്കയും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നുണ്ട്. വേദനിക്കുന്ന സഹചര്യത്തിൽ ക്രിസ്തുവിനെ കാണാൻ, വേദനിക്കുന്ന നൊമ്പരപ്പെടുന്ന മക്കളിൽ ദൈവത്തെ ദർശിക്കാനുള്ള വലിയ അഭിഷേകം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് ഇന്ന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ ക്രൂസിലേക്ക് നയിച്ച യഹൂദ ഭരണ നേതൃത്വത്തിൻ്റെ കുൽസിത ശ്രമങ്ങളിൽ പെട്ടുപോയ ഒരു ജനതയുണ്ട്. അവസാന ഞായറാഴ്ച ജൈവിളികളുമായിട്ട് യേശുവിനെ എതിരേറ്റ അതേ ജനത കൃത്യം 3-4 ദിവസം കൊണ്ട് മാറ്റിമറിച്ച് പരാജയ ഭീതിയിൽ അസ്വസ്ഥരാകുന്ന രാഷ്ട്രീയ വിമോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയെ റോമിൻ്റെ നൈയായിക കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ ദൈവത്തിനെതിരെ തിരിക്കാൻ ഈ യഹൂദ പരീക്ഷകൾക്ക് നേതാക്കന്മാർക്ക് സാധിച്ചു. ആ ജനകൂട്ടം അവനെതിരെ വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ പത്രഭാഷയിലെ രാഷ്ട്രീയ ഭാഷയിലൊക്കെ പറയാറുണ്ടല്ലോ, നട്ടല്ലില്ലാത്തവരായി മാറുന്ന ഒരു ജനത, പ്രതികരണശേഷി നഷ്ടപ്പെടുന്ന ഒരു ജനത. ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവരും കേട്ടവരും ആസ്വദിച്ചവരും അവൻ വർദ്ധിപ്പിച്ച് നൽകി അപ്പം കഴിച്ചവരും ഒക്കെ ആയിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. സഭയ്ക്കെതിരെ, തിരുസഭയുടെ ശുശ്രൂഷകൾക്കെതിരെ, സഭാ നേതൃത്വത്തിനെതിരെയൊക്കെ ശബ്ദമുയർത്താൻ വേണ്ടി ഈ ജനക്കൂട്ടം ആരാലോ നയിക്കപ്പെടുന്നു എന്നത് ദയനീയമായ ചിത്രം. നമുക്ക് വേണ്ടിയിട്ട് മരിച്ചവനെ തിരിച്ചറിയാൻ സാധിക്കാതെ, നമുക്ക് വേണ്ടി ക്രൂസിലേറിയവനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമ്പോൾ, നന്മകൾ ചെയ്ത് ചേർത്ത് പിടിച്ച ദൈവത്തെ തള്ളി പറയാനുള്ള മനസ്സ് എനിക്ക് നിങ്ങൾക്കുമൊക്കെ ഇന്ന് രൂപപ്പെടുന്നത് എങ്കിൽ നമ്മളാക്കിയ സംവിധാനങ്ങളെ, നമ്മളാക്കിയ സമുദായത്തെ ഒക്കെ തള്ളി പറഞ്ഞ് പ്രധാനമാരെയും സഭാ നേതൃത്വത്തെയും ഒക്കെ വിളിക്കുന്ന ചീത്ത വിളിക്കുന്ന ജനമായിട്ട് നമ്മൾ മാറുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, നമ്മളും അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. പ്രിയപ്പെട്ടവരെ, പ്രതികരണശേഷി നഷ്ടപ്പെടുന്നവരായി മാറാതിരിക്കുക. എനിക്കെതിരെ ഉയർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ പിന്നിലുണ്ടാകുന്ന രാഷ്ട്രീയ പ്രലോഭനങ്ങളെ ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള മനസ്സ് നഷ്ടപ്പെടുമ്പോൾ നമ്മളും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോകുമെന്ന് എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി എന്തുമായിക്കൊള്ളട്ടെ, എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവമാണ് എന്നെൻ്റെ തമ്പുരാനാണെന്ന് അവനെ ചേർത്ത് പിടിക്കുന്നതാണ് എൻ്റെ അഭിമാനമെന്ന് ചിന്തിക്കാൻ ഓരോ ക്രിസ്ത്യാനിയും തയ്യാറാകുന്നതാണ് ദൈവപുത്രൻ്റെ രാജ്യം സ്വർഗീയ സിംഹാസനത്തിൽ വാഴുന്ന നല്ലവനായ ദൈവം രണ്ടാമത് കടന്നു വരുമ്പോൾ, അവൻ അന്തിമ വിധിയാളനായിട്ട് കടന്നു വരുമ്പോൾ അവൻ്റെ വലതുവശത്ത് അണിനിരക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ നിശ്ചയദാർഢ്യത്തോടെ അവന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളും മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന സമ്മാനങ്ങളുടെ അപ്പകഷ്ണങ്ങളും ഒക്കെ വാങ്ങിക്കഴിച്ച് നമ്മളായിരിക്കുന്ന സംവിധാനങ്ങളെ നടക്കുമ്പോൾ തിരിച്ചറിയണം.
വേറെ എന്നാണല്ലോ പറയുന്നത്. അത് സന്തോഷത്തിൻ്റെ വിശേഷമാണ്. കാരണം കാൽവരി നെറുകയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിച്ചത്. ഒരുപക്ഷെ നമ്മൾ പ്രതിപാദിച്ച കഥാപാത്രങ്ങൾ പലരും അവരേറ്റെടുത്ത റോള് നിറവേറ്റിയത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും. യേശുവിനെ ഒറ്റിക്കൊടുത്ത യുദാസും യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും ഒക്കെ ഈ കഥയിലെ കഥാപാത്രങ്ങൾ. അവർക്ക് വേറിട്ട ഒരു റോള് ഏറ്റെടുക്കാമായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് നാം മനസ്സിലാക്കും. ദൈവം ചിന്തിക്കുന്നവ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തത പുലർത്താനുള്ള പരിശ്രമം ഉണ്ടാകും. സഭയെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാകട്ടെ. പക്ഷേ ഊക്കുവിളികളും കുറ്റപ്പെടുത്തലുകളുമായിട്ട് മാത്രം വീണ്ടും വീണ്ടും അണിനിരക്കുമ്പോൾ നമ്മൾ ആരുടെ പക്ഷത്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയിക്കണം. നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ അവസാനത്തിൽ ചോരയും ചിന്തിയപ്പോൾ ദൈവം തന്നെ ഹൃദയത്തോട് ചേർത്ത് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. നന്ദിയുള്ളവരാകണം. ഈ കഴിഞ്ഞ നാളിൽ ആലിൻ എന്ന ഒരു പിഞ്ചു കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ അനേകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നവളായിട്ട് അവൾ മാറിയത് അവളുടെ മാതാപിതാക്കളെടുത്ത് വലിയൊരു തീരുമാനം കൊണ്ടാണെന്ന് നമുക്കറിയാം. അവളുടെ ശരീരത്തിൽ 5 പേർക്ക് ജീവൻ കൊടുത്തുകൊണ്ട് അവൾ കടന്നു പോകുന്നു. ആ ഓർമ്മ ലോകത്തിന് ക്രിസ്തുനാഥൻ അവരുടെ തിരുശരീര രക്തങ്ങൾ കാൽവരി ക്രൂശിൽ നഗ്നനായ അവകാശനായി തൂങ്ങിയാടിയപ്പോഴും ജനതയുടെ വിമോചനത്തിന് വേണ്ടി പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ജീവൻ ഞാൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ അവൻ നമ്മുടെ മുമ്പിൽ ഉയർത്തിയാണ്. അതേ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ പൊന്നുമോള് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് എന്ന് നാം തിരിച്ചറിയണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പാത്രം വെള്ളമെങ്കിലും നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിൽ അതിൻ്റെ സമ്മാനം നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ തമ്പുരാൻ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഈ ലോകത്തിൽ ആരെയൊക്കെയോ പരിപാലിക്കാൻ, സംരക്ഷിക്കാൻ നമുക്ക് നിയോഗമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. എൻ്റെ റോള് കൃത്യമായി നിറവേറ്റിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ, ക്രിസ്തുവിൻ്റെ ഈ രാജ്യം ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ചേർന്ന് നിൽക്കുന്നവരായി മാറാൻ സഭാ നേതൃത്വത്തോട് ചേർന്ന് വിശ്വാസ സമൂഹത്തോട് ചേർന്നുകൊണ്ട് നന്മയുടെ വഴികളിലൂടെ ഈ സമൂഹത്തെ നയിക്കുവാൻ സഭാ നേതൃത്വത്തിന് പിന്തുണ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അവരോട് ചേർന്ന് സഭാരാമത്തെ കെട്ടിപ്പടുക്കാനുള്ള പരിശ്രമത്തിൽ നമുക്കും ഭാഗവാക്കുകളാകാം. ഈ ദുഃഖവെള്ളിയുടെ നൊമ്പരങ്ങളും വേദനകളും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ക്രൂശേറിയവനോടുള്ള നന്ദി ഹൃദയത്തിൻ്റെ വികാരമായി എന്നും സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വലിയ സന്തോഷത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ദുഃഖവെള്ളിയുടെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ശംസിനായിരുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം